ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു JD വൈബ്സ് ഒഫീഷ്യൽ. ഒരു പുതിയൊരു കണ്ടന്റുമായിട്ടാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. സോ ഇപ്പോ പെട്ടെന്ന് ഒരു ന്യൂസ് കേട്ടു, വിജയ് മച്ചാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന്. എന്താണെന്ന് റീസൺ എന്ന് വെച്ചാൽ പോക്സോ ആണ് കേസ്. കാരണം 16 വയസ്സുള്ള ഒരു കുട്ടി വിജയ് മച്ചാനെതിരെ കേസ് കൊടുത്തിട്ടാണ് ഇപ്പോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും പിന്നെ അതുപോലെ തന്നെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും അതിലെല്ലാം എന്താ പറയാ, നമ്മൾ ചെറിയ പ്രായക്കാരും ഉണ്ട്, അതുപോലെ തന്നെ അഡൾട്ട് ഏജ് ഉള്ള ആൾക്കാരും ഉണ്ട്. സോ സോറി സോ നമ്മളെ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പല ആൾക്കാരും ചാറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ചാറ്റ് ചെയ്ത് ചീറ്റിങ് ചെയ്യുന്നുമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ചെയ്ത് ഓരോ റൂമിൽ എത്തുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ വിജയ് മച്ചാന് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി നാം വിജയ് മച്ചാന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആള് അത്രയും കോഴിത്തരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്ക് ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയാണെന്ന്. ആൾക്ക് നല്ല രീതിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. പിന്നെ അതുപോലെ തന്നെ പല പല വീഡിയോസിലും വിജയ് മച്ചാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പ്രണയം കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കുറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം പിന്നെ അതുപോലെ തന്നെ ഈ ഹേമ കേസ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഞാനിപ്പോ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു എന്താ പറയാ റേപ്പ് കേസസിനെല്ലാം കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ 1-2 ദിവസത്തിന്റെ മുന്നേ. അപ്പോ അതിലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യാ, ആൾക്കാര് ചിലപ്പോ തെറ്റിദ്ധാരണ ആവാം, ചിലപ്പോ എന്താ പറയാ, ഇതിപ്പോ സ്ട്രെയിറ്റ് ആ 16 വയസ്സുള്ള കുട്ടി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തതിനെ തുടർന്നാണ് വിജയ് മച്ചാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കുറെ ആൾക്കാരായിട്ട് ഇടപഴകുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാരായിട്ട് നമ്മൾ എന്താ പറയാ ചാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രമുഖന്മാർ എപ്പോഴും എന്താ പറയാ ഈ ഒരു വെളിച്ചത്ത് വരുന്ന സീന് വരുന്നതെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഫെയിം ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ എന്താ പറയാ എല്ലാവരും അതിന്റെ പിറകെ ഓടുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട്, ഇപ്പോ സീക്രട്ട് ഏജന്റ് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിന്. അതൊക്കെ കണ്ട ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, നമ്മൾ സൂക്ഷിക്കേണ്ട തന്നെയാണ്. ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ പറയാ എതിരെ നിൽക്കാൻ പറ്റൂല. ഇത് ഇപ്പൊ ആ കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. സോ അതിനെ കൂടുതൽ പറയുന്നതും ശരിയല്ല. സോ എന്താ പറയാ, നമ്മള് സോഷ്യൽ മീഡിയയിലായാലും ഏത് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ആരുമായിട്ട് ഇടപഴകുമ്പോഴും ഇപ്പോ പെമ്പിള്ളേര് എന്താ പറയാ ചെറുതാണോ വലുതാണോ എന്ന് വരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിലപ്പം ഹൈറ്റും വണ്ണവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ചിലപ്പോൾ 16ഉം 15ഉം വയസ്സുള്ള കുട്ടികളായിരിക്കും. അപ്പൊ നമ്മള് ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാമുകളിൽ നിന്ന് പരിചയപ്പെടുന്ന കുട്ടികളായിട്ട് നമ്മൾ അത്ര ഇടപഴകുമ്പോൾ എന്താ ചെയ്യാ, നമ്മൾ കുറച്ചും കൂടി സീരിയസ്നെസ് കാണിക്കുക, അവരെ ഏജ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ കോഴിത്തരം കാണിച്ചിട്ട് ഇതുപോലെ ഉള്ളിൽ പോകുമ്പോ ആകെ നമ്മളെ കൂടെ ഉണ്ടാകുക ഫാമിലി മാത്രമാണ്. അപ്പോ അവർക്ക് ചിലപ്പോ സത്യാവസ്ഥ അറിയാണ്ടൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നൊന്നും ഇല്ല. സോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഗേൾസും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ കാര്യത്തിന്റെ പിറകെ പോയി എന്നിട്ട് അവസാനം ഒരാളെ ജീവിതം തകർക്കുക. ഇപ്പൊ വിജയ് മച്ചാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്.
അപ്പോ ആ വ്യക്തിക്ക് എന്താ പറയാ, ചിലപ്പോ ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ എന്താ പറയാ, എനിക്ക് റിലേഷൻ ഉണ്ടായി, ബ്രേക്കപ്പ് ആയിന്, അതിന് തുടർന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ അവരെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചിലയാൾ ആഗ്രഹം കൊണ്ട് പലതും എന്താ പറയാ, ചിലയാളെ വാശി, അതായത് ജീവിതത്തിൽ ജയിക്കണം എന്നുള്ള ഒരു വാശി കാരണമൊക്കെയാണ് അവര് എന്താ പറയാ പലതും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് കയറുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വളർച്ചയ്ക്ക് ഒരു തടസ്സം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ എന്താ അവസ്ഥ എന്നുള്ള അതും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് എന്താ പറയാ, ഈ ഒരു കേസിൽ എനിക്കിപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരുടെ ഭാഗത്തെ തെറ്റെന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല. നമുക്ക് അറിയില്ലെങ്കിലും കൂടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയാ, 16 വയസ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ 16 വയസ്സുള്ള ഒരു കുട്ടി സ്റ്റേഷനിൽ പോയി, അതായത് കുട്ടിയുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഫാമിലിയുടെ കൂടെ പോയിട്ട് ഇതുപോലെ എന്താ പറയാ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ കണ്ടു വിജയ് മച്ചാൻ പറയുന്നത്, അതായത് പോലീസ് ജീപ്പിലേക്ക് കയറുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു, അതൊരു ന്യൂസ് വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ വിജയ് മച്ചാൻ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്, ഞാൻ ഇതിനുള്ള ഫുൾ എവിഡൻസും ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായിട്ടും ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. സോ അതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായിട്ടും, തീർച്ചയായിട്ടും. സോ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇങ്ങനെ പരസ്പരം എന്താ പറയാ ഒരു പക്വത ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ എങ്ങനെ ആയാലും നമുക്കാണ് പിടിവീഴുക എന്നുള്ളത് ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരിപ്പോ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒരു എന്താ പറയാ കുറെ കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതൊക്കെ തെളിഞ്ഞു വരിക. അപ്പോഴത്തേക്ക് നാട്ടിലും വീട്ടിലും എന്താ പറയാ കുടുംബക്കാരുടെ അടുത്തും ചങ്ങായിമാരുടെ അടുത്തും എല്ലായിടത്തും ഉള്ള ആ ഒരു എന്താ പറയാ വിലയും നിലയും പോയി കിട്ടും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ലൈഫിൽ. സോ എന്താ പറയാ ഇതൊന്നും സൂക്ഷിക്കാണ്ട് എന്താ പറയാ ഓക്കെ നമ്മൾ ആര് കണ്ടാലും നമുക്ക് ഓക്കെയാണ്, ഞാൻ കാസിനോവയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമില്ല. സോ എനിക്കിപ്പോ വിജയ് മച്ചാനെയും കുറ്റം പറയാൻ പറ്റില്ല, കുറ്റമൊന്നല്ല, തെറ്റ് പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ 16 വയസ്സുള്ള കുട്ടീനെയും തെറ്റ് പറയുന്നതിൽ കാര്യമില്ല, കാരണം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവരിപ്പോ വിജയ് മച്ചാന്റെ ഫോണും കാര്യങ്ങളൊക്കെ, അതായത് ചാറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി വരുത്തുള്ളൂ എന്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ വിജയ് മച്ചാൻ പുതിയൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയ് മച്ചാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതാണ് നമ്മള് ചിലപ്പോൾ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് പ്രോബ്ലം എന്ന് പറയുന്നത് വെറുതെ അല്ല. സോ നമ്മൾ എന്തായിട്ടും നമ്മളെ ഈ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾ പ്ലീസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോയിട്ട് വീഴാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെന്നെനിക്ക് ഒരു എതിരും പറയുന്നില്ല, പക്ഷെ റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ അതിനു വേണ്ടിയിട്ട് അവരാണ് എന്താ പറയാ ഒരു കാര്യം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്താ പറയാ എപ്പോഴും ഒരു അവെയർ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നടക്കുന്നത്, എൻ്റെ കൂടെ ഉള്ള പാർട്ട്ണർ നല്ലതാണോ, അല്ലെങ്കിൽ എന്താ പറയാ കൂടെയുള്ള പാർട്ട്ണർ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഇപ്പൊ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഴിയിലൊന്നും പോയിട്ട് ചാടാണ്ടിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഇപ്പൊ എന്താ പറയാ ഈ 16 വയസ്സിന് കുട്ടീന്റെ മാത്രമല്ല, ഇപ്പൊ എന്താ പറയാ പ്രായപൂർത്തിയായ ഒരു 2 കുട്ടികളുള്ള അമ്മമാരായാലും ഇപ്പൊ ഒളിച്ചോടിയിട്ടും എന്താ പറയാ കുട്ടികളെ കൊന്നിട്ട് കാമുകന്റെ കൂടെ പോകുന്നതും ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ള ഒരു അവസ്ഥ, അതായത് വളരെ എന്താ പറയാ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസുകളാണ് ഇതൊക്കെ. സോ ഈ ഒരു ന്യൂസിനെ കുറിച്ചിട്ട് എന്താ പറയാ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി, കാരണം ഞാനിപ്പോ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോ വീണ്ടും ഇതുപോലുള്ള കേസുകൾ മാത്രമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താ പറയാ നമ്മള് കൂടുതൽ എന്താ പറയാ
ഇതുപോലുള്ള കാര്യങ്ങളിൽ സൂക്ഷിച്ചും കണ്ടും ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോഴത്തെ നാട്ടിൽ നമ്മൾ കുറച്ചു നേരം നോക്കിയാൽ തന്നെ അതിനൊക്കെ കേസാണ്. നമ്മള് കുട്ടികളായാലും പെൺകുട്ടികളെ നമ്മൾ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അതും കേസാണ്. സോ നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്കാണ് പ്രശ്നം. കാരണം അവരെ വാക്കിനാണ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി കഴിയാണ്ട് വേറെ ഒന്നിനും വേറെ ആരും എന്താ പറയാ ചിന്തിക്കൂല. അവരെന്താണ് പറയുന്നത്, അവരെന്താണ് കരയുന്നത്, ആ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും ആൾക്കാർ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കരിയർ, നമ്മളുടെ ഭാവി, നമ്മുടെ ലൈഫ് എല്ലാം ഒറ്റ അടിക്ക് ചിന്ന ഭിന്നമായി പോകും. അതില് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, പിന്നെ എന്താ പറയാ, കുഴിയിൽ വീണതാണ്. അവിടെ ഇതുപോലുള്ള സന്ദർഭത്തിൽ ആര് കൈതരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ടായാലും എത്ര ഫാമിലി ഉണ്ടായാലും നമ്മളെ ഫാമിലിയിൽ നമ്മൾ ഉമ്മയും ഉപ്പയും സപ്പോർട്ട് ചെയ്താൽ അല്ലാണ്ട് വേറൊരാള് സപ്പോർട്ട് ചെയ്യൂല നമ്മളെ ലൈഫിൽ. സോ എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാക്സിമം നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഉണ്ടാക്കാൻ നോക്കുക, നല്ലൊരു കരിയറും ഫ്യൂച്ചറും ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്തത്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, share and please subscribe my channel and please support me. I love you guys, love you so much. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ love you, bye bye.